ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്രയുടെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് മനസ്സിലാക്കിയത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വീണ്ടും അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ രാജാവാക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഭരതനും, ആ ഭരതൻ ഈ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആ ജ്യേഷ്ഠനോടുള്ള ഭക്തി പ്രകടമാകുന്ന ഭാഗമായിരുന്നു നമ്മൾ കണ്ടത്. ആ ഭരതനോടൊന്നിച്ചുള്ള മാതാപിതാക്കളടക്കം ഈ ശ്രീരാമനെ കണ്ടപ്പോൾ വാത്സല്യം കൊണ്ടും സ്നേഹാധിക്യം കൊണ്ടും പെരുമാറുന്ന പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. അതിനുശേഷം ഭരതൻ പറയുന്നത് എന്താണ്? ഞാൻ അഭിഷേകത്തിന് വേണ്ടുന്ന എല്ലാ സംഭാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് രാജാഭിഷേകം നടത്തി അയോധ്യയിലേക്ക് പോയി അവിടെ രാജ്യം ഭരണം ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അവിടെ എന്താണ് പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഉത്താപ്യ രാഘവനും ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്രി കേട്ടാലും കുമാര നീ യത്വായോക്തം മയാ തദ്ദേവാശ്രുതം. താതനന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതന്നവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം. ഇവിടെ ശ്രീരാമന്റെ കാൽക്കൽ നമസ്കരിച്ചും കൊണ്ട് ഭരതൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? നേരെ അങ്ങോട്ട് വരണം, അങ്ങോട്ട് വന്നിട്ട് അഭിഷേകം ചെയ്ത് രാജ്യഭരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞും കൊണ്ടാണ് ശ്രീരാമന്റെ കാൽക്കലേക്ക് ഈ ഭരതൻ നമസ്കരിച്ചത്. ആ അവസരത്തിൽ ഈ ഭരതനെ ശ്രീരാമചന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അച്ഛൻ പറഞ്ഞ വാക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അച്ഛൻ പറഞ്ഞത് എനിക്ക് 14 വർഷം വനവും രാജ്യം ഭരതനും കൊടുക്കണമെന്നാണ്. അപ്പോൾ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനുള്ള ബാധ്യത മക്കൾക്കുണ്ട്. അത് മക്കൾ കുറെ വലുതായിപ്പോയി എന്ന് കരുതി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വാക്കാ. അപ്പോൾ അമ്മയുടെ ആഗ്രഹമാണ് നിന്നെ അയോധ്യയിലെ രാജാവാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നീ നടപ്പിലാക്കണം. അച്ഛൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതെ, അത് മാറി നമ്മളത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് സത്യവിരോധമാണ്. അപ്പോൾ ഈ സത്യവിരോധം ചെയ്യുന്ന ആൾക്കാർ, വാക്ക് പറഞ്ഞ് അത് അനുസരിക്കാത്ത ആൾക്കാർ ചത്തതിനൊക്കുമേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ മരിച്ചവന് തുല്യമാണ്. അവൻ എല്ലാവരുടെ മനസ്സിലും മോശക്കാരനായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതൃവാക്യത്തെ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ് ചെന്ന് ചാടുക എന്നൊരു കാര്യം കൂടി പറയുന്നു. അപ്പോൾ എന്ത് വേണം? ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. അതുകൊണ്ട് ഇതിലൊരു മാറ്റവുമില്ല. അച്ഛൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് നീ നേരെ വനത്തിലേക്ക്, ഈ
ഭരിക്കാൻ വേണ്ടി പോകണം, ഞാൻ ഈ വനത്തിൽ തന്നെ കഴിഞ്ഞോളാം എന്നാണ് പറയുന്നത്. പക്ഷേ ജ്യേഷ്ഠനോട് ആ സ്നേഹമുള്ള ആ ഭരതൻ പറയുന്നത് മറ്റൊരു വാക്യമാണ്. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ, ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ, മന്നവനായി ഭവൻ വാഴ്ക മടിയാതെ. നോക്കണം, അപ്പൊ ഈ കാര്യങ്ങൾ ഭരതൻ വന്നത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാ. ഏത് തരത്തിലായാലും വേണ്ടില്ല, എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടില്ല, ശ്രീരാമചന്ദ്രനെയും കൊണ്ടേ അങ്ങോട്ട് പോകും. അതിനാണ് നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും ശഠിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ന് വെച്ചാൽ നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു, ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അച്ഛന് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം. അച്ഛനൊരു വാക്ക് നിന്റെ അമ്മക്ക് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ പോകാമെന്ന് പറഞ്ഞിറങ്ങി. രണ്ടാമതൊരു കാര്യം എന്താ, അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട്, അപ്പോൾ വാക്ക് മാറുന്നത് ശരിയല്ല. അപ്പോഴാണ് ഈ ഭരതൻ പറയുന്നത്, ജ്യേഷ്ഠൻ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? അച്ഛൻ എന്ന് പറയുന്നത് പ്രായാധിക്യം ഒരു ഭ്രാന്തനെ പോലെ ആയിട്ടാണ് ഉള്ളത്. കാരണം വെച്ചാൽ സ്ത്രീജിതനാണ്, ഒരു ചെറു പെൺകോന്തനാണ് എന്ന് ഈ ഭരതൻ പറയുന്നു. ശ്രീരാമൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ജ്യേഷ്ഠനോടുള്ള അമിതമായ സ്നേഹമാണ് ഇവിടെ അത്തരത്തിൽ ഭരതനെ ആ ഒരു പ്രയോഗം നടത്താൻ വേണ്ടി പറയുന്നത്. കാരണം ഈ സ്വന്തം അമ്മയായ ആ അമ്മയുടെ ആഗോളമായിട്ടുള്ള ദുഷ്ടമായ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നത് ഒരു പെൺകോന്തനാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഭരതൻ പറഞ്ഞത്. സ്വന്തം അച്ഛനെയും അമ്മയെയും സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി വളരുന്ന മക്കള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ വാക്കുകൾ കേട്ടാണ് പിന്നീട് അച്ഛനെയും അമ്മയെയും അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നത് കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഭാര്യയുടെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയെയും പെരുവഴിയിലേക്ക് തള്ളുന്ന കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകോന്തന്മാരും അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്ന് കാണിക്കുന്ന വിധത്തിലാണ് ഭരതൻ്റെ സംഭാഷണങ്ങൾ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള പെൺകോന്തനായിട്ടുള്ള ഭ്രാന്തനെ പോലെ പെരുമാറിയാണ് ആ ഭാര്യയോടുള്ള സ്നേഹം നിമിത്തം തൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും വഴിമാറി അതിനുവേണ്ടി സ്വന്തം മകനെപ്പോലും കാട്ടിലയക്കാൻ എന്തുകൊണ്ട് ഭാര്യയോടുള്ള സ്നേഹനിമിത്തം ഈ പറയുന്ന മകനെപ്പോലും കാട്ടിലയക്കാനുള്ള ചിന്തയിലേക്ക് തരം താണുപോയവനാണ് ദശരഥൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തത് ആ കൈകയിലുള്ള സ്നേഹം നിമിത്തം. അതുകൊണ്ട് തന്നെ നമ്മളത് മുഖവിലക്കെടുക്കേണ്ടതിൽ, അത് തള്ളിക്കളയണം. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് രാജ്യഭരണം ഏറ്റെടുക്കണം എന്ന്. അപ്പോൾ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറയാണ്. എന്താ പറഞ്ഞത്? എന്നോ ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, ഭൂമി ഭർത്താപിത നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ, താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിൻ ഏതുമേ ദോഷം പറയരുതോർക്ക നീ, സാധുജനങ്ങൾ നരകത്തിലും മതി ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ. നോക്കൂ, ശ്രീരാമൻ പറയുന്നത് അച്ഛൻ ഇങ്ങനെ പെൺകോന്തനായിട്ട് ചെയ്യുന്നതല്ല ഇത്. ഞാൻ സാക്ഷിയാണ് ആ കാര്യത്തിന്, പെൺകോന്തനായിട്ടല്ല. അച്ഛൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു 2 വരം തരാമെന്ന്. അത് വാക്ക് മാറുക എന്നുള്ളത് അത് അസത്യമായി മാറും. ഇന്ന് നമുക്ക് വാക്കിന് വിലയില്ല. ഇന്ന് നമ്മൾ പറയുന്നത് എന്താ? വാക്കല്ലേ മാറാൻ കഴിയുക, കയ്യും കാലും മാറാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരാണ്. മന്ത്രിമാരൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കും. രാഷ്ട്രീയക്കാരുടെ പ്രധാനമായിട്ടുള്ള ഹോബി തന്നെ വോട്ടിങ്ങിന് വരുമ്പോൾ കാണില്ല, വോട്ട് ചോദിച്ച് വരുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തരിക. ചക്കര, തേനെ, പൊന്നെ, പാലേ എന്നൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഞാനത് പാല് തരും, സ്വർണം തരും എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും. പിന്നെ അടുത്ത ഇലക്ഷനെ കാണുള്ളൂ.
ഇല്ലെങ്കിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തുടങ്ങി അവരുടെ ക്രൂരകൃത്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വാക്കുകൾ ഇന്നത്തെ പോലെ പറയാറില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കിനാണ് വില. തല പോയാലും വാക്ക് മാറാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന ദശരഥൻ നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് നിന്റെ അച്ഛന് ലംഘിക്കാൻ പറ്റില്ല. നിന്റെ അച്ഛൻ ചില നമ്മുടെ അച്ഛന് ലംഘിക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ ആ വാക്ക് ലംഘിച്ചു പോയി കഴിഞ്ഞാൽ അച്ഛൻ നരകത്തിൽ, നിത്യ നരകത്തിലാണ് ചെന്ന് ചാടുക. അപ്പോൾ അച്ഛൻ നരകത്തിൽ പോകുകയാണോ വേണ്ടത്? ആ അച്ഛനെ പുന്നാകമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് മകനെന്നാ പറയുന്നത്, മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ആ അച്ഛനെ നരകത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സത്യദോഷം വരുത്താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനടക്കം നരകത്തിലാണ് ചെന്ന് ചാടുക. അച്ഛൻ നരകത്തിൽ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കർമ്മം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഭരതൻ പറയുകയാണ്, എന്ത്? എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി, സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതിൻ സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കും വിഭീനവും, പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. ഇവിടെ ഭരതൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് രാജ്യം ഭരിച്ചോളൂ, ഞാൻ വനത്തിലേക്ക് പോകാം. ഭരതൻ പറയാണ്, ഞാൻ വനത്തിലേക്ക് പോയിക്കോളാം. അപ്പോൾ അത് ഏറ്റവും വലിയ സത്യവിരോധമായി. ശ്രീരാമൻ പറയുന്നത് എന്താണ്? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സത്യവിരോധമല്ലേ? എന്നെ വനത്തിലേക്ക് അയച്ചിട്ട് നിന്നെ രാജാവാക്കാൻ വേണ്ടി നോക്കുമ്പോൾ, നിന്നെ രാജാവാക്കിയിട്ട് അല്ല എന്നെ രാജാവാക്കിയിട്ട് നീ വനത്തിൽ പോയാൽ അത് ഏറ്റവും വലിയ സത്യവിരോധം. അമ്മയോട് ചെയ്യുന്നതിന് ദുരിതമാണത്, അത് ഏറ്റവും വലിയ ദോഷമാണ് എന്ന് ശ്രീരാമൻ തിരിച്ചു പറയുന്നു. ഭരതൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ രാജ്യം ഭരിച്ചോളൂ, ഞാൻ വനത്തിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു നേരെ പറയാം, അത് ഏറ്റവും വലിയ ദോഷമാണ്. അത് അച്ഛൻ പറഞ്ഞതിനും അമ്മ ആഗ്രഹിച്ചതിനും വിരുദ്ധമായിട്ട് വരും. അത് ഏറ്റവും വലിയ മഹാപാപമായി തീരും. അപ്പോൾ ഭരതൻ വീണ്ടും പറയാണ്, അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണൻ അങ്ങയുടെ പുറകെ വരുന്നുണ്ടല്ലോ, ഒരു കിങ്കരനായിട്ട്, അങ്ങയെ സംരക്ഷിക്കാനായിട്ടാണല്ലോ വരുന്നത്, അങ്ങയുടെ സേവകനായിട്ട്. അതേപോലെ അങ്ങയുടെ സേവകനായിട്ട് ഞാനും അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ, അത്തരത്തിൽ എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ മരിക്കുന്നതാണ് ഉത്തമം. എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റില്ല. ശാഠ്യം ഇന്നത്തെ ജനങ്ങൾ കണ്ടു പഠിക്കണം. ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങൾ ഇതിൻ്റെ 10-1 മാതൃകയാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാവുമോ? ഒരു സ്ഥലത്തും കലഹം ഉണ്ടാവില്ല, എവിടെയും പ്രശ്നമുണ്ടാവില്ല. കുടുംബങ്ങൾ തമ്മിൽ ഇതുപോലെ ബന്ധമുണ്ടാകണമെന്ന് രാമായണത്തിലൂടെ കാണിച്ചു തരികയാണ്. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ സ്വന്തം മകനായാൽ പോലും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ ഒരു ആൺകുട്ടിയാണ്, ആ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തരെ കൊന്നിട്ട് അവിടെ സ്വർണം കവർന്നെടുത്ത് വന്നു എന്നിരിക്കട്ടെ, ആ മക്കളുടെ ഭാഗത്ത് നിൽക്കുന്ന മാതാപിതാക്കളാണ് ഇന്നുള്ളത്. അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവനോട് പറയുന്നത് ഇത് തെറ്റാണെന്ന് പറയുകയും പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഇത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും തന്നെയാണ്. രാഷ്ട്രീയക്കാർ കൊല നടത്തുന്നു, കൊള്ള നടത്തുന്നു, അഴിമതി നടത്തുന്നു, പിടിച്ചുവരി നടത്തുന്നു, സാധുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നാലും രാഷ്ട്രീയ നേതൃത്വം അവരെ തള്ളിപ്പറയുന്നില്ല. അഥവാ സഹികെട്ട് തള്ളിപ്പറഞ്ഞാലും അണ്ടർഗ്രൗണ്ടിലൂടെ അവർക്ക് വേണ്ടുന്ന പൂർണ്ണ പിന്തുണ കൊടുത്ത് അവരെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, മക്കളെ സേവ് ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, എല്ലാ മേഖലയിലേക്ക് നോക്കിയാലും സ്വന്തം മക്കൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ, തമ്മാടിത്തം കാണിച്ചു കഴിഞ്ഞാൽ, എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും
അവരെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കൾ. അത് മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരും കുടുംബ ബന്ധത്തിന് അല്ലെങ്കിൽ അവരോടുള്ള അമിതമായ സ്നേഹം കാരണം തെറ്റുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടക്കുന്നത്. അത് സഹോദരനാവട്ടെ, സഹോദരിയാവട്ടെ, ഏതൊരാളാവട്ടെ. ഇവിടെ രാമായണത്തിൻ്റെ പ്രസക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം അമ്മയായാൽ പോലും അതിനെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കുന്ന ഒരു കാര്യമാണ് രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അതുപോലെ ആകണമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങ് എൻ്റെ ഒന്നിച്ച് വന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ഭരതനെ നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള സഹോദര ബന്ധം. ഇന്ന് നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അതിന് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിതാന്തമായ തപസ് വേണം, കഠിനമായ പരിശ്രമം വേണം. ആ പരിശ്രമം എന്താണ്? നിത്യവും രാമായണം വായിക്കുക. ഈ രാമായണം വായിച്ച് അതിൻ്റെ അർത്ഥതലങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ഇത്തരത്തിൽ ശ്രേഷ്ഠമായൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ മക്കളും ഇതേപോലെ ശ്രേഷ്ഠന്മാരായി തീരും. എന്ത് വേണം? നമ്മൾ രാമായണം വായിക്കുമ്പോൾ അവരെ അടുത്തിരുത്തുക. ഈ കഥകൾ, ഈ തത്വങ്ങൾ നമ്മൾ അവർക്ക് ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താണെന്ന് നോക്കാം. പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ നിത്യേവാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കൂ വരദനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സ്വപ്നയാം. ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടലോ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. നോക്കൂ, ഇവിടെ ഭരതൻ വാശിയില്ല. എന്ത് വില കൊടുത്തും ശ്രീരാമൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ മരണമടിയും, മരണം വരെ ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദർഭ വിരിച്ചു. ആ ദർഭയെ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അങ്ങോട്ട് അദ്ദേഹം കിഴക്കോട്ട് തിരിഞ്ഞങ്ങോട്ട് നിൽക്കുകയാണ്. ഈ വെയിലത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, ഇനി ഞാൻ ഉപവാസം അനുഷ്ഠിക്കാൻ പോവുകയാണ്, നിരാഹാര സമരം. ഈ ദേഹത്തിൽ നിന്നും ഈ ആത്മാവ് വെളിയിലേക്ക് പോകുന്നവരെ, ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഇനി ജലപാനം കുടിക്കില്ല എന്ന് പറഞ്ഞ് ഈ നിരാഹാര വ്രതം കിടക്കുക ജ്യേഷ്ഠനെ തോൽപ്പിക്കാൻ വേണ്ടി. ജ്യേഷ്ഠനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം നിമിത്തം ഒരു വാശി. ഇന്ന് നമുക്ക് വാശിയുണ്ട്. ഇതിനറിയോ? ജ്യേഷ്ഠൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ, ജ്യേഷ്ഠൻ്റെ കുടുംബം തകർക്കാൻ, അനിയൻ്റെ കുടുംബത്തെ തകർക്കാൻ വാശി കാണിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം നിമിത്തം എനിക്കെന്ത് സംഭവിച്ചാലും വിഷയമില്ല എന്ന തരത്തിൽ ദർഭ വിരിച്ച് കിഴക്കോട്ട് നോക്കിയിരുന്ന് ഉപവാസം അനുഷ്ഠിക്കുകയാണ് വാശിയിൽ. അപ്പോൾ ഈ അവസരത്തിൽ നേരെ ശ്രീരാമചന്ദ്രൻ ഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് പറഞ്ഞു, എന്താണെന്നറിയോ? അങ്ങേക്കെല്ലാം അറിയാലോ, അതുകൊണ്ട് അങ്ങ് തന്നെ ആ കൈകേയി സുതനായിട്ടുള്ള ഭരതനോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഈ വസിഷ്ഠൻ ഭരതനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എന്താണത്? മൂഢനായിടിലോ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതും ജാനകി, ഭോഗിപ്രവരനാകുന്നതും ലക്ഷ്മണൻ.
ലോകമാതാവും പിതാവും ജനഗജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകാമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും മനൂജനും ദേവിയും ഈ 7 സംവത്സരവധോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു വരദനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു. ഭക്ത്യാരഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹർനമസ്കൃത്യ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം വരദോക്തി കേട്ടുവരുകുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ വരദനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്നാഭിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്നിച്ചു ചൊന്നാൻ സദ്ഗദ്ഗതം. മന്നബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസീ ജ്വലിപ്പിച്ച അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിന്നങ്ങു ഞാനന്നു തന്നെ വരു നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ വരദൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു മന്ദേതരം പുറപ്പെട്ടു വരദനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും. ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ. പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സുധാനുപാതം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുപാതേന 4 അംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂ. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം. ഭക്ത്യാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേനെ വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു വരേതനും താവേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു. വന്നിതാനന്ദം ജഗദാസികൾക്കെല്ലാം. പാതുകം വെച്ചു സംഹാസേന രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനീജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ
ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യാധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രാകുടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. നോക്കൂ, ഇവിടെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഗുരുവിനോട് പറഞ്ഞു കൊടുത്തു, എന്തെങ്കിലും പറഞ്ഞ് അങ്ങക്ക് കാര്യങ്ങളെല്ലാം അറിയാം, ഭരതനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം. ഈ വാക്കുകൾ കേട്ടപ്പോൾ വസിഷ്ഠനായ ഗുരു വരദനെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഒരു വിഡ്ഢിയെപ്പോലെ പറയുന്നത്? മൂഢനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ശ്രീരാമൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്താണ് ഈ ശ്രീരാമൻ? ആരാ? സാക്ഷാൽ നാരായണനാണ്. ആ നാരായണൻ ഈ ഭൂമിയിൽ ഈ പറയുന്ന സൂര്യകുലത്തിൽ അയോധ്യയിൽ വന്നത് എന്തിനാണ്? ഈ ഭൂമിയെ പാലിക്കാൻ തന്നെയാണ്. ഈ ഭൂമിയിലുള്ള ദുഷ്ടന്മാരായ ആൾക്കാരെ കൊന്ന്, രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കണം. അതിന് ആ ധർമ്മത്തെ രക്ഷിക്കുക, ഭൂമിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക, ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. എന്താണ് ഇവിടെ ദേവകൾ? ദേവകളെ പരിപാലിച്ചു കൊള്ളുവാനാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സർവചരാചരങ്ങളും ദേവകളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യം ഏതിലൊക്കെയുണ്ടോ അതൊക്കെ ഈശ്വരന്മാരാണ് എന്നാണ് നമ്മുടെ വേദം പറയുന്നത്. അപ്പോൾ എന്നിലും നിങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും പുഴുവിലും പൂമ്പാറ്റയിലും എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോൾ അതിനെ പരിപാലിക്കുകയാണ് ഇവിടെ. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ പരിപാലിക്കണമെങ്കിൽ എല്ലാവരും എല്ലാ ദേവകളെയും പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ ദുഷ്ടസഞ്ചയം ഇല്ലാതാകണം. അതിനു വേണ്ടിയാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ ആയിട്ട് നാരായണൻ വന്നവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ചുള്ള യോഗമായാദേവി ആരാണെന്നറിയോ? അല്ലെങ്കിൽ ജാനകി സാക്ഷാൽ യോഗമായാദേവിയാണ്. ലക്ഷ്മണൻ ആ ഭോഗിപ്രവരനായിട്ടുള്ള അനന്തനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവൻ പാലിക്കുന്ന, സംരക്ഷിക്കുന്ന പിതാവായിട്ടുള്ള നാരായണനാണ് രാഘവൻ. ലോകം മുഴുവൻ സംരക്ഷിക്കുന്ന മാതാവായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയാണ് ജനകജ. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് ആ രാവണനെ കൊല്വതിനായിട്ടാണ്. ഈ ദേവകാര്യാർത്ഥമാണ് ഇവിടെ പുറപ്പെട്ടുള്ളത്. ദേവകൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷമുണ്ടാകാൻ, എല്ലാ ജനങ്ങളിലും ഭക്തന്മാരിലും എല്ലാ സർവ്വചരാചരങ്ങളിലും ദേവന്മാരുണ്ട്, ദേവതകളുണ്ട്, എല്ലാവരും ഈശ്വരന്മാരാണ്. അപ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? മന്ദര പറഞ്ഞതും കൈകേയിയൊക്കെ പറഞ്ഞതൊക്കെ വലിയ അപരാധമായി നമ്മൾ കാണുന്നു. അങ്ങനെ കാണേണ്ടതില്ല. അതൊക്കെ ദൈവകൃതമാണ്. ശ്രീരാമൻ രാവണനെ കൊല്ലുവാനായിട്ടുള്ള ആ വഴി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മന്ദരയെയോ അതേപോലെ തന്നെ കൈകേയിയോടും നീ മോശമായി പെരുമാറേണ്ടതില്ല കുമാര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നീ ഇവിടെ ഈ ആഗ്രഹിച്ചിട്ടുള്ള ഈ നിന്റെ മോഹമുണ്ടല്ലോ, ശ്രീരാമനെ കൊണ്ട് തിരിച്ചു പോകാമെന്നുള്ളത്, അത് നീ ഇവിടെ ഉപേക്ഷിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ട് മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത്ത പടയോടും അപ്പോൾ എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് പോകണം. എന്നിട്ട് അവിടെ വസിക്കണം. അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. 14 വർഷം കഴിയുമ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരും. രാവണനൊക്കെ കൊന്നിട്ട് തിരിച്ചു വരും. ആ അവസരത്തിൽ അവർ പിന്നീട് അയോധ്യയിൽ രാജാവായിട്ട് സസുഖം വാഴും എന്നാണ് പറയുന്നത്. ഈ വാക്ക് കേട്ടപ്പോൾ ഭരതന് എന്തെന്നില്ലാത്തൊരു കൗതുകമാണ് ഉണ്ടായത്, വിസ്മയമാണ് തോന്നിയത്. അദ്ദേഹം
തൻ്റെ മുന്നിലുള്ളത് സാക്ഷാൽ നാരായണനാണെന്നുള്ള ബോധം അദ്ദേഹത്തിലേക്ക് വീണ്ടും വന്നു. കാരണം ഓരോ ആൾക്കാർക്കും ഞാൻ ആരാണെന്നുള്ള ബോധം പലതവണ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഹനുമാൻ സ്വാമിക്ക് തൻ്റെ കഴിവുകൾ നഷ്ടപ്പെടും. കാരണം ഞാൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്ന അവസരത്തിലാണ് ജാംബവാനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇന്ന ആളാണ്, നിനക്ക് ഇന്ന കഴിവുകളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഹനുമാൻ തൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് സമുദ്ര ലംഘനം പോലും നടത്തുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ ഭരതനായാലും നമ്മളായാലും നമ്മൾക്കൊക്കെ ഉള്ളിൽ ഈശ്വര ചൈതന്യമാണ് ഉള്ളതെന്നുള്ള ബോധം നമുക്ക് വേണം. ഭരതൻ സാക്ഷാൽ ശംഖിൻ്റെ ഇതാണ്, ഈശ്വര ചൈതന്യമുള്ളതാണ്. നമ്മളിലും അത്തരത്തിലുള്ള ചൈതന്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ട്, നമ്മളിലുള്ളത് ഈശ്വരീയ ചൈതന്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ രാവണന്മാരെ പോലെ പെരുമാറുന്നത്, കൈകസിയെപ്പോലെ, മന്ദരയെപ്പോലെ, കൈകേയിയെപ്പോലെ പെരുമാറുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശമുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശമുണ്ടെന്ന് ഇവിടെ ഇപ്പോൾ വസിഷ്ഠൻ ഭരതനോട് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരാംശമാണ്. നമ്മളെല്ലാം തന്നെ ഈശ്വരന്മാരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം? ഈശ്വരന്മാർ എല്ലാവരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ് ഈശ്വരൻ്റെ കടമ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഭരതനോട് അത്തരത്തിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഭരതന് മനസ്സിലായി, ഞാൻ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലായി. എൻ്റെ ഉള്ളിലുള്ളത് എന്താണ്, എൻ്റെ മുമ്പിലുള്ളത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായി. അപ്പോൾ എന്തായി? ഇതോടുകൂടി ആ ശ്രീരാമൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ്ടും നമസ്കരിക്കുന്നു. എന്നിട്ടോ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പാദുകം എനിക്ക് തരണം. ആ പാദുകം ഞാനെടുത്ത് കൊണ്ടുപോയി ആ സിംഹാസനത്തിൻ്റെ മുകളിൽ വെക്കും. അങ്ങ് തന്നെയാണ് എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഈശ്വരനും എൻ്റെ നാഥനും എൻ്റെ രാജാവും എല്ലാം അങ്ങ് തന്നെയാണ്. അപ്പോൾ അയോധ്യയിൽ മറ്റൊരു രാജാവില്ല. അപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? ആ പാദകം കൊണ്ടുവന്ന് ആ സിംഹാസനത്തിൽ വെച്ചിട്ട് ഞാൻ രാജ്യം സംരക്ഷിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമനിൽ നിന്നും മെതിയടി വാങ്ങിച്ചു. ആ മെതിയടി വാങ്ങിച്ച് അത് തലയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ജ്യേഷ്ഠനോടുള്ള ഭക്തി, ആ ഭക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭക്തിയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠവനായിട്ടുള്ള വ്യക്തി ഭരതനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും ഉത്തമനായ ഭക്തൻ ഭരതനാണെന്ന് പറയേണ്ടി വരും. മാതൃകയായിട്ട് പെരുമാറുന്ന ഒരു സഹോദരൻ ഭരതനാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ശിരസിൽ വെച്ചു. എന്നിട്ടോ ഈ ശ്രീരാമചന്ദ്രനെ ഒന്ന് നല്ലതുപോലെ നമസ്കരിച്ചു. അതിന് ശേഷം ഈ പറയുന്ന മുഴുവൻ ജനങ്ങളുമായിട്ട്, പടയും പട്ടാളവും എല്ലാം ഉണ്ടല്ലോ, അവരുള്ളായിട്ട് സഹോദരനും ഗുരുവും മാതാപിതാക്കളും എല്ലാവരും ഈ പറയുന്ന ഇതിൽ നിന്ന് തിരിച്ചു പോകാൻ നോക്കുകയാണ്. ആ അവസരത്തിൽ ഭരതൻ ഒരു വാക്ക് പറയുന്നു. എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറഞ്ഞ 14 വർഷം പൂർത്തിയാകുന്ന ആ സമയത്ത് നിങ്ങൾ തിരിച്ചു വന്നില്ല എങ്കിൽ ഒരു ദിവസം പോലും ഞാൻ കാത്തു നിൽക്കില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ഞാൻ ചാടി മരിക്കും എന്ന്. ആ വാക്ക് സാക്ഷാൽ ശ്രീരാമൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വാക്കായിരുന്നു. അറിയാതെ ആ അനുജനായ ഭരതൻ്റെ ആ സ്നേഹമുള്ള ആത്മാർത്ഥമായ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമൻ്റെ കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീർ അടർന്നു വീണു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ണുനീരു അടർന്നു വീണു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഭരതനോട് ശ്രീരാമൻ പറയാണ്, ഞാൻ അത് കൃത്യമായിട്ട് ആ സമയത്ത് തിരിച്ചെത്തിക്കൊള്ളാം, നീ സമാധാനത്തോടു കൂടി പോകൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. അങ്ങനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് നേരെ വീണ്ടും മാതൃജനങ്ങളെയും മന്ത്രിമാരെയും സഹോദരനെയും ആ ആചാര്യനെയും ആചാര്യൻ്റെ പത്നിയെയും മഹാസേനയെയും ഒക്കെ കൂട്ടി ശ്രീരാമചന്ദ്രൻ തിരിച്ചു പോവുകയാണ്. ശൃംഗിബേരം എന്ന് പറയുന്ന ഈ പറയുന്ന ഗുഹൻ്റെ സ്ഥലത്ത്, നിഷാദ രാജാവിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് അവിടെ പറഞ്ഞയച്ച് വീണ്ടും നടന്നു പോകുന്നു. അങ്ങനെ ഗംഗ ഈ പറയുന്ന ഗുഹൻ്റെ അനുവാദത്തോടു കൂടി സഹായത്തോട് ഗംഗയും കടന്ന് ആ നേരെ അയോധ്യയിലേക്ക് എത്തിച്ചേരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടുന്ന് ഈ സിംഹാസനത്തിൽ ഈ പറയുന്ന പാദുകം വെച്ചു. ഇനി ശ്രീരാമനാണ് ഇവിടുത്തെ രാജാവ്, ഞാനല്ല. ഈ ഇതിൻ്റെ പരിപാലകൻ മാത്രമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആശ്രമം ഉണ്ടാക്കി. ആ ആശ്രമത്തിൽ നിന്നുകൊണ്ട് രാജസിംഹാസനത്തിൽ ഇരിക്കാതെ, കൊട്ടാരത്തിൽ കിടക്കാതെ, കട്ടിലിൽ കിടക്കാതെ, സത്രമഞ്ചത്തിൽ ഇരിക്കാതെ, വെറും നിലത്തിരുന്നു കൊണ്ട്, നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ട് ശ്രീരാമൻ വനത്തിൽ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ജടാവൽക്കലങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഭരതൻ അവിടെ കഴിയുകയാണ് നന്ദിഗ്രാമത്തിൽ.
ശ്രീരാമൻ വനത്തിൽ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത്? കായ്കനികളാണ്, ഫലമൂലാദികളാണ്. ആ ഭക്ഷണവും പച്ചവെള്ളവും കുടിച്ച് ജ്യേഷ്ഠനെ അനുകരിക്കുന്ന ഒരു ഭരതൻ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലക്ഷ്മണൻ ഏട്ടൻ്റെ അരികിലുള്ളത്. ലക്ഷ്മണൻ ഏട്ടൻ്റെ അരികിലാകുമ്പോൾ ഏട്ടനെ സന്തോഷിപ്പിക്കാൻ പലതും ചെയ്യാം. പക്ഷേ ജ്യേഷ്ഠനില്ല, ആരുമില്ല. പക്ഷെ ആ കൂർ മുമ്പിൽ നിന്ന് മാത്രമല്ല പിമ്പിൽ നിന്നും ഒരേ സ്വഭാവം പ്രകടമാക്കുന്നു ഭരതൻ. നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് മധുരവാക്കുകൾ പറയുന്ന ആൾക്കാർ, നമ്മുടെ പുറകിൽ നിന്നും നമുക്ക് മോശമായ വാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ടാവാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ മുമ്പിലും പുറകിലും ഒരുപോലെയാണ്. നമ്മളോട് ചിരിച്ച് കാണിക്കുന്ന ആൾക്കാർ നമ്മളെ കുറ്റം പറയും പുറകിലെത്തിക്കഴിഞ്ഞാൽ. ഇവിടെ ഭരതനെ നമ്മൾ മാതൃകയാക്കണം, ഉത്തമനായിട്ടുള്ള ഒരു സഹോദരൻ. രാമായണം വെറുതെ വായിച്ചു പോകേണ്ടതല്ല. ഇതുപോലുള്ള സഹോദരന്മാരാവാൻ നമ്മൾ കഴിയണം, നമുക്ക് കഴിയണം എന്ന് പറഞ്ഞു തരുന്നത് കൂടിയാണ് രാമായണം. സുമിത്രയെ പോലെയുള്ള അമ്മമാരാവാൻ കഴിയണമെന്ന് പറഞ്ഞു തരുന്നതാണ് രാമായണം. അപ്പോൾ രാമായണം വായിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ആ ഭരതൻ എല്ലാ ദിവസവും ഈ പറയുന്ന രാജകൊട്ടാരത്തിലെത്തി ആ സിംഹാസനത്തിലിരിക്കുന്ന പാദകത്തിൽ പുഷ്പം കൊണ്ട് അർച്ചന ചെയ്ത് ആരതി ഒഴിഞ്ഞ് തൻ്റെ സഹോദരനെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് അതേപോലെ ആ പാദകത്തെ പൂജിക്കുന്ന ഒരു കാഴ്ചയും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ ചിത്രകൂടത്തിൽ ശ്രീരാമനും ജാനകിയും ലക്ഷ്മണനും കൂടി മറ്റൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ചിത്രകൂടത്തിൽ ഞങ്ങൾ താമസിക്കുന്ന വിവരം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, അയോധ്യവാസികളെല്ലാം അറിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മാത്രമല്ല, പിന്നെ വന്നവരൊന്നും കൊടുത്തിട്ട് തിരിച്ച് പോവുകയും ചെയ്യില്ല. അപ്പോഴെന്തായി? ഒരു കാരണവശാലും ഗ്രാമത്തിൽ വസിക്കാൻ പാടില്ല, പട്ടണത്തിലും വസിക്കാൻ പാടില്ല, വനത്തിൽ വസിച്ചോളാന്നാണ് പറഞ്ഞത്. അങ്ങനെ പൊതുജനങ്ങളെല്ലാം ഇവിടെ വന്ന് താമസമാക്കി കഴിഞ്ഞാൽ ഇതെന്താവും? ഗ്രാമമായി തീരും. അപ്പോൾ അത് അച്ഛന് കൊടുത്ത വാക്കിൻ്റെ ലംഘനമാകും. അതുകൊണ്ട് അവരിനി ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്ത് വേണം? ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം, ഇവിടുന്ന് മാറി താമസിക്കണമെന്ന ചിന്തയോടുകൂടി അവർ പദ്ധതികൾ തയ്യാറാക്കുന്നിടത്ത് നമുക്ക് ഇന്നത്തെ ഭാഗം നിർത്താം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും രാമായണത്തിൻ്റെ ഇത്തരം സന്ദേശങ്ങൾ നമ്മൾ എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. രാമായണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ രാമായണയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം ഇതിന് തുടർച്ചയായിട്ട് മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.